ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മലയാളം എക്സാം വളരെ നന്നായിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കുഴപ്പമില്ലാതെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ എന്താ എക്സാം എഴുതി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ സമയം കിട്ടിയില്ല, പേജ് നമ്പർ ഇട്ടില്ല, അല്ലെങ്കിൽ അഡീഷണൽ ഷീറ്റ് മേടിച്ചില്ല, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് എഴുതിയുള്ളൂ, ഫോർമാറ്റ് മാറി എഴുതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഇനി മാറ്റി നിർത്താം അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത എക്സാമിന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. A+ കിട്ടുമോ ഇല്ലയോ അതൊന്നും നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സമാധാനത്തിലിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഗുണവും അനവധി ദോഷമായതോ. നമുക്കറിയാം ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഹംസത്തിൻ്റെ ഈ വാക്കുകളിലെ ആശയം എന്ത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗുണങ്ങൾ ദോഷമായി തീരുന്നു എന്നതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം: അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന കവിതയിലെ വരിയാണ്. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്ത് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി, നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകൾ. മൂന്നാമത്തെ ചോദ്യം: ചുവടെ പിരിച്ചെഴുതിയവയിൽ ശരിയായത് ഏതെല്ലാം എന്നതായിരുന്നു. അതിലെ നീർ പ്ലസ് ചുഴി നീർച്ചുഴി, പെരുമ പ്ലസ് പെരുമയും, തമ്മിൽ പ്ലസ് തമ്മിൽ 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 തുടങ്ങിയ 3 ഓപ്ഷൻസാണ് ശരിയായത്. അതായത് ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത 4ാമത്തെ ചോദ്യം: എന്താ കണ്ണടച്ചിരിക്കണേ, പെൺകുട്ടി ചോദിച്ചു. കാണുകയാണ്. കണ്ണടച്ചിരുന്നാൽ കാണുമോ? കാണും. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്ന നോവൽ ഭാഗത്തിൽ വരികയാണല്ലേ. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മനസ്സുകൊണ്ട് എല്ലാം കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ക്വസ്റ്റ്യൻ്റെയും ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതുക. അതിലെ 5ാമത്തെ ചോദ്യം: പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം. മനുഷ്യ പുരോഗതിയെ ഈ വരികളിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ വ്യക്തമാക്കുക. ഇതാണ് ചോദ്യം. നമുക്കറിയാം പ്രയാണം എന്ന് പറയുന്നത് വയലാറിൻ്റെ കവിതയാണ് അല്ലേ. അതിൽ മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ച് പറയുന്ന ഒരു കവിത കൂടിയാണ്. മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുടെ മറ്റും ഫലമാണല്ലേ. വലിയൊരു യാത്രയുടെ ചരിത്രം ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ഒരുപാട് ചരിത്രത്തിൻ്റെ കൽപ്പടവുകൾ കയറിയാണ് നമ്മൾ ഇന്നത്തെ നിലയിൽ എത്തിയിരിക്കുന്നത്. ഇന്നാണെങ്കിലോ പേനയുടെയും ശാസ്ത്രത്തിൻ്റെയും പടവാളിൻ്റെയും പ്രേമത്തിൻ്റെയും ഒക്കെ വികാരങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പേന എന്ന് പറയുന്നത് അറിവിൻ്റെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും ബുദ്ധിയുടെയൊക്കെ ചിഹ്നമാണ്. പടവാൾ എന്ന് പറയുന്നത് ശക്തി, അധികാരം, പോരാട്ടം, അതിജീവനം എന്നിവയുടെ ചിഹ്നമാണ്. ശാസ്ത്രം യുക്തിയുടെയും സാങ്കേതികതയുടെയും പുരോഗതിയുടെയും ചിഹ്നമാണ്. അതുപോലെ തന്നെ പ്രേമം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും പലതരത്തിലുള്ള വികാരങ്ങളുടെയും സൗന്ദര്യാത്മകമായ കാഴ്ചപ്പാടുകളുടെയും മനുഷ്യബന്ധങ്ങളുടെയൊക്കെ പ്രതീകമാണ്. ഇത് കൃത്യമായിട്ട് ഞാൻ കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് 6ാമത്തെ ചോദ്യം: പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചിരെ നിങ്ങൾ ആകെ എത്ര GB. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന PP രാമചന്ദ്രൻ്റെ കവിത അല്ലേ. ചോദ്യം ഇങ്ങനെയാണ്: വർത്തമാനകാല സമൂഹത്തിൻ്റെ മനുഷ്യത്വമില്ലാത്ത സമീപനം ഈ വരികളിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാം മനുഷ്യരുടെ തെറ്റായിട്ടുള്ള ഇടപെടലുകൾ മൂലം ഇന്ന് പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മലകളും മരങ്ങളും ഒക്കെ ഇല്ലാതെയായി. കുറിച്യരും കുറുമരും ഒക്കെ എന്താണ്, നാമമാത്രമായിട്ട് മാറിയില്ലേ. കവിതയുടെ അവസാനം അവതാരമൂർത്തി വന്ന് ചോദിക്കുകയാണ്, വളരെ ആശങ്കയോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾ ആകെ എത്ര GB എന്ന് അല്ലേ. ഈ GB എന്നൊക്കെ പറയുന്നത് എന്താണ്? വർത്തമാനകാല സമൂഹത്തിൻ്റെ വാക്കുകളാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ GB തീർന്നു എന്ന് വെച്ചാൽ മൊബൈൽ മരിച്ചു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലെ മരങ്ങളും മലകളും ഒക്കെ കുറഞ്ഞു വരികയാണ്. കുറിച്യരും കുറുമരും ഒക്കെ ആകെ കുറച്ചേ ഉള്ളൂ. അത് തീർന്നാൽ നമ്മുടെ പ്രകൃതി തന്നെ നശിച്ചു പോകും. പ്രകൃതിയിലെ ഈ സർവ്വചരാചരങ്ങളെ എത്ര GB ഒതുക്കാൻ കഴിയും എന്നതാണ് ഡിജിറ്റൽ ലോകത്തെ ഇന്നത്തെ മനുഷ്യരുടെ ചിന്ത എന്ന് പറയുന്നത്. പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധത്തെ തിരിച്ചറിയാതെ എന്താണ് പ്രകൃതിയെ കച്ചവട മുതലായിട്ട് കാണുന്നു എന്നതൊക്കെയാണ് ഈ വരികളുടെ സൂചന എന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ: എയും ബിയും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എ എന്ന് പറയുന്നത്: ദുർബലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച 2 ആമ്പൽ പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പിട്ടു. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. നമുക്കറിയാം സാറാ ജോസഫിൻ്റെ ആദി എന്ന് പറയുന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് നൂർ മുഹമ്മദും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും അല്ലേ. കുറേ ദിവസമായിട്ട് ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നൂർ മുഹമ്മദ് കുളക്കരയിലും തോടിൻ്റെ വക്കത്തും കായൽക്കരയിലും വെറുതെ വെള്ളത്തിലേക്ക് ഉറ്റുനോക്കുന്ന ആ പെൺകുട്ടിയെ അയാൾ കാണാനിടയാവുകയാണ്. 4ാം ദിവസം വേലിയിറക്ക സമയത്ത് അവൾ കണ്ടൽക്കാടുകളിടയിലേക്ക് നടന്നു പോകുന്നതും അദ്ദേഹം കണ്ടു. അങ്ങനെ പിന്നീട് അവളുടെ വിവരമൊന്നുമില്ല. 6ാം ദിവസം ഒരു ആമ്പൽ കുളക്കരയിലാണ് അദ്ദേഹം പിന്നീട് ആ പെൺകുട്ടിയെ കാണുന്നത്. അദ്ദേഹം അവളുടെ അടുത്ത് ചെന്നിട്ട് എല്ലാം വെള്ളത്തിൽ നിന്ന് എന്ന് പറഞ്ഞതും വാടിയ മുഖത്തോടുകൂടി അവൾ പറയുന്നു, കലങ്ങിയിരിക്കുന്നു എന്ന്. അതായത് ആദിയിലെ വെള്ളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്ന ആശങ്കയാണ് അവളുടെ മുഖഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദിയിലെ വെള്ളത്തിൽ അതിജീവിക്കാനാവാതെ
കൂമ്പി നിൽക്കുന്ന ആമ്പൽപ്പൂവും അതുപോലെ തന്നെ ആദിയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് വാടി നിൽക്കുന്ന താമരപ്പൂ പോലെയുള്ള അവളുടെ മുഖം. അങ്ങനെ 2 താമരപ്പൂക്കൾ അല്ലെങ്കിൽ 2 ആമ്പൽപ്പൂക്കളെ ഇവിടെ എഴുത്തുകാരി അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ എന്താണ്? അവളുടെ മാനസികാവസ്ഥ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ജലത്തിൻ്റെ മോശമായിട്ടുള്ള അവസ്ഥയെ. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. അയാൾ ചെറുതായെന്ന് ഞെട്ടിപ്പോയി, അയാൾ കുളിക്കാൻ പോയി. 2 വാക്യത്തിലും പോയി എന്ന പദത്തിന് ഒരേ അർത്ഥമാണോ? വ്യക്തമാക്കുക. ഇതാണ് ചോദ്യം. ഇവിടെ പോയി എന്ന് പറയുന്നത് ഒരു ക്രിയയുടെ ഭൂതകാല രൂപമാണ്, കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. അയാൾ ചെറുതായെന്ന് ഞെട്ടിപ്പോയി എന്നതിലെ പോയി എന്ന് പറയുന്നത് ആ ഒരു ഭാവം ഉണ്ടല്ലോ, ഞെട്ടൽ എന്ന് പറയുന്ന ആ ഭാവത്തെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ച ഒരു ക്രിയയാണ് പോയി എന്ന് പറയുന്നത്. അതായത് സാധാരണമായിട്ടുള്ള ഒരു ക്രിയ. പിന്നെ ഇവിടെ കുളിക്കാൻ പോയി എന്നതെന്ന് പറയുന്നത് ശരിക്കും അയാൾ പോയി, അവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് ശക്തമാണല്ലേ. 8ാമത്തെ ചോദ്യം. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല. നൽകിയിരിക്കുന്ന സൂചനയും പാഠഭാഗവും വിശകലനം ചെയ്ത് തേൻ എന്ന് പറയുന്ന സിനിമയിലെ അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സവിശേഷതകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയുന്ന കാര്യമാണല്ലേ. നമുക്ക് തേൻ എന്ന് പറയുന്നത് സെമി കപ്ലനോഗുവിൻ്റെ ബാൽ എന്ന് പറയുന്ന ടർക്കിഷ് സിനിമയുടെ അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് വിജയകുമാർ ബ്ലാത്തൂർ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഇവിടെ ഒരു തരത്തിൽ അച്ഛൻ്റെയും മകൻ്റെയും ഒരു ആത്മബന്ധത്തിൻ്റെ കഥ തന്നെയാണ് ഇതിൽ പറയുന്നത്. അന്തർമുഖനും ഏകാഗിയുമായിട്ടുള്ള യൂസഫ് എന്ന് പറയുന്ന മകന് യാക്കൂബ് എന്ന് പറയുന്ന അച്ഛനാണ് കൂട്ടുകാരനായിട്ടുള്ളത് അല്ലേ. വിക്കലുള്ള കുട്ടിയായിരുന്നു ആര്? യൂസഫ്. അപ്പോൾ മകൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ ചേർത്ത് നിർത്തുന്ന ഒരു അച്ഛനാണ് ഇതിലുള്ളത്. അമ്മയുടെ വഴക്കിൽ നിന്നൊക്കെ മകനെ രക്ഷിക്കുന്നത് ആരാണ്? അച്ഛനാണ് ഇവിടെ അല്ലേ. മകന് ഉൾക്കാട്ടിലെ മരങ്ങളെയും കിളികളെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ്? അച്ഛനാണ്. മാനുഷിക മൂല്യം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇവിടുത്തെ അച്ഛൻ. മകന് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ക്ലാസ്സുകളിൽ സിനിമ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, അച്ഛനോട് യൂസഫ് വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. ഇത് അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ തീവ്രത കൂട്ടുന്ന സന്ദർഭങ്ങളാണ്. അച്ഛനും മകനും കൂടി ഒരുമിച്ച് മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിൽ കഴിയുന്ന അച്ഛന് കൂട്ടിരിക്കുന്നത് ആരാണ്? മകനാണല്ലേ. യൂസഫിന് എപ്പോഴും അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്താണ് ആത്മവിശ്വാസം കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരസ്പരം അവർക്ക് കരുതലും സ്നേഹവും ഉണ്ട്. സിനിമയിൽ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം പ്രകൃതി ബിംബങ്ങളോട് ചേർത്ത് അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അച്ഛൻ്റെ മരണം യൂസഫിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവനെ തളർത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. അടുത്ത 9ാമത്തെ ചോദ്യം. കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ല ആരോടും. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെ കഥകൾ അതിമോഹനം എന്ന് പറയുന്ന പാഠഭാഗം അല്ലേ, നമുക്കറിയാം. താഴെ കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ കൊടുത്തിട്ടുണ്ട്. ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും ഹിതമായി പറവാനും ഭാവമില്ല. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: 2 കാവ്യഭാഗങ്ങളിലെയും ജീവിത വീക്ഷണം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അല്ലേ, താരതമ്യക്കുറിപ്പ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ കൃതി നമുക്ക് കൃത്യമായിട്ട് അറിയാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരുടെ പതനത്തെ തുടർന്നിട്ട് ദ്രോണരെ സർവ്വസൈനാധിപനായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ് പാഠഭാഗം അല്ലേ. ഭീഷ്മർക്ക് ശേഷം കർണനെ സേനാപതിയാക്കുവാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ്. കർണനോട് ഇക്കാര്യം പറയുന്ന സമയത്ത് ദ്രോണാചാര്യർ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് സേനാപതിയാവുക എന്നതാണ് കർണൻ ചോദിക്കുന്നത്. എന്നിട്ട് കർണൻ പറയുന്ന വരികളാണ്: കർണസുഖം ഞാൻ ആരോടും പറയുകയില്ല, മറ്റുള്ളവർക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ ഇഷ്ടം നേടുന്ന സമൂഹത്തിലെ ചില ആളുകളെ വിമർശിക്കുകയാണ് ഈ വരികളിലൂടെ അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്പ്യാരുടെ വരികളിൽ എന്താണ് പറയുന്നത്? ഒരുത്തർക്കും ലഘുത്വത്തെ, അതായത് ഒരുത്തരെയും നിസാരമായിട്ട് കാണാൻ തനിക്ക് മോഹമില്ല. അതുപോലെ തന്നെ ഒരുത്തർക്ക് വേണ്ടിയിട്ടും ഇഷ്ടം പറയാനും അല്ലെങ്കിൽ പുകഴ്ത്തി പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള വാക്കുകൾ പറയാനും ഞാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ പറയുകയില്ല എന്നതാണ് ഈ വരികളിലെ ആശയം. അപ്പോൾ 2 വരികളിലും ഏകദേശം ഒരേ കാര്യമാണ് പറയുന്നത്. ഇത്തരത്തിൽ മറ്റുള്ളവരെ പുകഴ്ത്തി ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തിലെ ആളുകളെക്കുറിച്ച് വ്യക്തമായിട്ട് രണ്ടും താരതമ്യം ചെയ്ത് എഴുതിയാൽ മാർക്ക് കിട്ടും. അടുത്തത് 10ാമത്തെ ചോദ്യം. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. ചോദ്യം ഇതാണ്: പത്രമാധ്യമ രംഗത്തെ ദുഷ്പ്രവണതകളെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കഥയാണോ റെസിഡന്റ് എഡിറ്റർ? നൽകിയ സന്ദർഭവും കഥയും വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. എളുപ്പമാണല്ലേ. VKന്റെ ആക്ഷേപഹാസ്യ രചനയാണ് ഇത് റെസിഡന്റ് എഡിറ്റർ. പത്രമാധ്യമ രംഗത്തെ ദുഷ്പ്രവണതകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പ്രസിദ്ധിയും പ്രൊമോഷനും ഒക്കെ ആഗ്രഹിക്കുന്ന അവരെ കളിയാക്കുന്ന ഒരു കൃതിയാണിത്. ഈ റെസിഡന്റ് എഡിറ്റർ, അതുപോലെ തന്നെ പത്രസ്വാമി, വെങ്കടേശൻ, അൽസേഷ്യൻ പട്ടി, വിശ്വസ്തൻ, ഇവരൊക്കെ എന്താണ് സമൂഹത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിനിധാനങ്ങളാണ്. അച്ചടി മാധ്യമ രംഗത്തിലുള്ള ഇന്നത്തെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ വെങ്കടേശ അയ്യങ്കാർക്ക് ശേഷം വന്നവർക്കൊക്കെ എന്താണ് പ്രൊമോഷൻ കിട്ടിപ്പോയി അല്ലേ, പക്ഷെ അയാൾക്ക് മാത്രം കിട്ടിയില്ല. അതിലോ അദ്ദേഹത്തിന് നിരാശയും നീരസവും ഒക്കെ ഉണ്ട്.
അപ്പോൾ സ്ഥാനമാനങ്ങളും ധനവും ഒക്കെ നേടിയെടുക്കാനുള്ള ശ്രമം മാധ്യമ മേഖലയിൽ ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ വിമർശനാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ വരികളിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു എഴുതിയാൽ മാർക്ക് കിട്ടും. അടുത്തത് 11ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല, പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം. സൂചനയും കഥയും വിശകലനം ചെയ്ത് മണ്ണും മനുഷ്യനും എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം മണ്ണും മനുഷ്യൻ എന്ന് പറയുന്നത് ടി പത്മനാഭന്റെ ചെറുകഥയാണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. ഇതിലെ കഥാകാരൻ നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഗ്രാമജീവിതത്തിൽ വന്നിട്ട് താമസമാക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്തിലെ ഒരു ആഡംബര വീട് അദ്ദേഹത്തിനെ അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വീടിൻ്റെ ഉടമസ്ഥൻ ആ വീടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തു അല്ലേ. ഒരു തരി മണ്ണ് പോലും ആ വീട്ടിൽ ഇല്ല. ഈ കാറ്റും വെളിച്ചവും ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്തത്? മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയത് അല്ലേ. കഥാകാരന് മത്ത് പിടിപ്പിക്കുന്ന ചെമ്പക മരം പക്ഷേ വീട്ടുടമസ്ഥനെ എന്തില്ല ഒരിക്കലും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇല തറ വൃത്തികേടാക്കുന്നു എന്നാണ് ആ ഉടമസ്ഥൻ പറഞ്ഞു വെക്കുന്നത്. പ്രകൃതിയിൽ നിന്നും മനുഷ്യരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിലെ ആ വീട്ടുടമസ്ഥനെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് മലയാളികൾ എന്താണ്? പരിഷ്കാരികളായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. വീടൊക്കെ ടൈൽസ് കൊണ്ട് നിറഞ്ഞു. മുറ്റങ്ങൾക്ക് തണലുപാകിയിരുന്ന മരങ്ങളൊന്നും ഇന്നില്ല. പ്രകൃതിക്ക് ഒട്ടും സൗഹൃദപരമല്ലാത്ത ഇടപെടലുകളാണ് ഇന്ന് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KU നായർ എന്ന് പറയുന്ന അയൽക്കാരൻ പ്രകൃതിയിൽ നിന്ന് അകന്ന് തൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ KU നായരും കഥാകാരനും രണ്ട് തരത്തിൽ പ്രകൃതിയെ നോക്കിക്കാണുന്ന ആൾക്കാരാണ്. അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണ്? പരിസ്ഥിതിയിൽ നിന്നും അകലുന്ന മനുഷ്യർ ആന്തരികമായിട്ടും ശൂന്യമാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിക്കണം. അതിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കഷ്ടിച്ച് ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിന്റെ നിറപ്പകിട്ടാർന്ന ദിനങ്ങളുടെ മാധുര്യവും സ്മരണയും അമ്മയുടെ കവളിൽ കണ്ണീരായി ഒട്ടിയിരുന്നു. മുരിങ്ങാമരത്തോപ്പിലെ വരികളാണല്ലേ. ഇത്തരത്തിലുള്ള വാക്യങ്ങളാണ് കഥയെ ഹൃദയസ്പർശിയാക്കുന്നത്. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നൽകിയ സന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിശകലന കുറിപ്പ് അല്ലേ. അപ്പോൾ ആ കഥ എല്ലാവർക്കും വൃത്തിയായിട്ട് അറിയാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പുതൂരൻ്റെ ആ കഥ നരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നതാണ്. അമ്മ പറഞ്ഞ കഥയിലൂടെ തൻ്റെ അച്ഛനെ തേടി കേരളത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി. ഈ വരികളിൽ എന്താണ്? തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ കഴിയുന്ന നരേന്ദ്രൻ്റെ അമ്മയുടെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഈ വരികൾ അല്ലെങ്കിൽ ഇത് കഥയെ വളരെയധികം ഹൃദയസ്പർശിയാക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് നാളത്തെ എന്താണ്? കണ്ണുനീര് തന്നെയാണ് അല്ലേ. ഒരു തരത്തിൽ നമ്മൾ ഇന്നത്തെ ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുന്ന സമയത്ത്, സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന സമയത്തും നാളെ നമുക്കത് കണ്ണീരണിയുന്ന ഓർമ്മകളാണ്. മധുരം നിറഞ്ഞ കണ്ണീരണിയുന്ന ഓർമ്മകളാണ് അല്ലേ. അത് തന്നെയാണ് ഇവിടെ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീക്കും ഉണ്ടാവുന്നത്. നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് 7 മാർക്കിൻ്റെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം. അതിൽ എന്ന് പറയുന്നത് മാതൃഭാഷയെക്കുറിച്ചാണ്. അതിൽ ഗാന്ധിജി പറഞ്ഞ വാക്യമുണ്ട്, നാട്ടുഭാഷകളെ ചവിട്ടി മെതിക്കുന്നതും പട്ടിണി കിടന്നതും എനിക്ക് അസഹനീയമാണ്. വിദേശ മാധ്യമം നമ്മുടെ കുട്ടികളെ സ്വന്തം മണ്ണിൽ പ്രായോഗികമായി വിദേശീയരാക്കുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ള പ്രകാശ് രാജിൻ്റെ വരികൾ പറയുന്നുണ്ട്. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അതുതന്നെയാണ് ഗതി. അതുപോലെ തന്നെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. കേരളപ്പിറവി ദിനത്തിൽ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളുടെ ചിത്രം കാണാൻ പറ്റും. മാതൃഭാഷ അമ്മയാണ്, അന്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ എന്താണ് പറയുന്നത്? ബാക്കി അടുത്ത വർഷം ഇതേ ദിവസം കേൾക്കാം. അതായത് മാതൃഭാഷ എന്ന് പറയുന്നത് കേരളപ്പിറവി ദിനത്തിൽ മാത്രം പൊക്കി പറയേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആ ദിനത്തിൽ മാത്രം എന്താണ് പൊക്കി പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കം മുതൽ മാതൃഭാഷയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം നമ്മുടെ മലയാള ഭാഷയെ എന്താണ് ഭരണഭാഷയാക്കിയിട്ട് മാറ്റിയില്ലേ. അതൊക്കെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള കണ്ടൻ്റായിട്ട് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ബി, ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതാഭാഗത്തിന് ആസ്വാദനം തയ്യാറാക്കുക. കൂടും കിളിയും എന്ന് പറയുന്ന വൈലോപ്പിള്ളി കവിതയിലെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്ന കവിത. അതിൽ ഓണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആശയം ഇതാണ്, മഴയൊക്കെ പോയി, അതായത് കർക്കിടക മാസത്തിലെ മഴയൊക്കെ പോയിട്ട് മാനം തെളിഞ്ഞു വന്നു. ഓണക്കാലമായില്ലേ. ചിങ്ങമാസത്തിലാണ് ഓണം, നമുക്കറിയാം. ചുറ്റുപാടും എന്താണ്? പൂക്കളൊക്കെ വിരിഞ്ഞു നിന്നു. മനോഹരമായിട്ടുള്ള തുമ്പപ്പൂക്കൾ പറയുന്നത് എന്താണ്? പാലാണ് പെയ്തത് എന്നതാണ്. അതായത് തുമ്പപ്പൂവിൻ്റെ തൂവെള്ള നിറം പാല് പടർന്നതുപോലെ എല്ലായിടത്തും കാണപ്പെട്ടു. നമുക്കറിയാം ഓണക്കാലം ആകുമ്പോൾ തുമ്പപ്പൂക്കളുടെ സമൃദ്ധി അല്ലേ. മുറ്റത്ത് നിൽക്കുന്ന മുക്കുറ്റി പറയുന്നത് എന്താണ്? പൊന്നിൻ്റെ തുള്ളികളാണ് പെയ്തത് എന്നതാണ്. പൊന്നിൽ നിറമാർന്ന മുക്കുറ്റികളുടെ സമൃദ്ധിയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓണക്കാലമായപ്പോൾ തുമ്പയും മുക്കുറ്റിയും ഒക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കാൻ തുടങ്ങി.
അപ്പോൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലേ. കർക്കിടക മാസം എന്ന് പറയുന്നത് എന്താണ്? പഞ്ഞമാസമാണ് അല്ലേ. അപ്പോൾ 1000 ദുഃഖങ്ങളുടെ ഇരുട്ട് നീങ്ങാനായിട്ട് ആനന്ദത്തിൻ്റെ പൊൻകതിരെ എപ്പോൾ വരുമെന്ന് കവി ചോദിക്കുന്നുണ്ട് ഇവിടെ. അതായത് മനുഷ്യൻ്റെ ദുഃഖം മാറിയിട്ട് പൊന്നോണക്കാലം എപ്പോഴാണ് വരുന്നത്? എത്ര വേഗമാണ് കണ്ണീര് തോരുന്നത്? മണ്ണിന് അഭിമതമായിട്ട് ഇഷ്ടമുള്ളത് എന്താണ്? മന്ദഹാസമാണ്. എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരിയാണ് നമ്മുടെ ഭൂമിക്ക് ഇഷ്ടം. ആ മന്ദഹാസം എല്ലാവരുടെ മുഖത്തും പടരുന്നു. അതായത് ഓണക്കാലമായി. കർക്കിടകത്തിൻ്റെ പഞ്ഞം അതൊക്കെ മാറിക്കിട്ടിയിട്ട് ചിങ്ങത്തിൻ്റെ മന്ദഹാസം എല്ലാവരിലും പടരുന്നു എന്നതാണ് ഈ ഓണം എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആശയം എഴുതുക, അതിൻ്റെ ഭംഗി എഴുതുക, ആസ്വാദന അംശങ്ങൾ എഴുതുക, സമകാലിക പ്രസക്തി എഴുതുക, ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആശയം മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് ഇതിന്ന് അവസാനിപ്പിക്കുന്നു.